എൻ്റെ പേര് പ്രസാദ് വേലത്തരം, ചെറിയൊരു കോൺട്രാക്ടറാണ്. ഞാൻ ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ പറയാനാണ്. നമ്മളിപ്പോൾ വഞ്ചനയുടെ ലോകത്താണ് ജീവിക്കുന്നത്, ചൂഷണങ്ങളുടെ കാലഘട്ടത്തിൽ. ഇപ്പോൾ നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാവും, 9 ടൺ മത്സ്യം, മായം ചേർത്ത മത്സ്യം പിടിച്ചിട്ടുണ്ട്. അതേപോലെ ഫ്രൂട്ട്സ്, മാങ്ങ, അതേപോലുള്ള പച്ചക്കറികൾ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന മായം ചേർത്ത് നമ്മളെ തീർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ചില കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എൻ്റെ ഒരു സൈറ്റിൽ ഞാൻ ഒരു ലോഡ് മെറ്റൽ ഇറക്കിയിട്ടുണ്ട്. ഈ മെറ്റലിൽ നമുക്ക് കാഴ്ചയിൽ ഒന്നും കാണാൻ പറ്റില്ല, എങ്കിലും ഇതിൽ 50% കടപ്പ എന്ന താന്തൂർ സ്റ്റോണാണ്. ആന്ധ്രയിലുള്ള കല്ല്, ലെയറായിട്ട് കിടക്കുന്ന ഒരു കല്ലാണത്. അതിൽ വെള്ളം ലംബത്തിൽ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം താഴോട്ടിറങ്ങി ലീക്കാവുന്നതാണ് വീട്. മിക്കവാറും വീടുകളിലും ഈ മെറ്റൽ ഉപയോഗിച്ച് വാർത്ത് കഴിഞ്ഞാൽ ലീക്കാവുന്ന 100% ഗ്യാരണ്ടിയാണ്. ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത കല്ലാണ്. 50%ഓളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സിമ്പിളായിട്ട് നമുക്കിത് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. ഏതൊരു വ്യക്തിക്കും ഏതൊരു കാഴ്ചയിൽ കാണാൻ പറ്റില്ലെങ്കിലും ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോണിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. താന്തൂർ സ്റ്റോണിനെ ഇത് താന്തൂർ സ്റ്റോണാണ്. ഇത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം പൊടിഞ്ഞു പോകുന്നതാണ്. നിമിഷങ്ങൾക്കകം പൊടിഞ്ഞു പോകുന്ന ശബ്ദത്തിലും നമ്മൾ വരക്കുമ്പോൾ ഘർഷണത്തിൽ ശബ്ദ വ്യതിയാനം സംഭവിക്കും. യഥാർത്ഥ കല്ല് തേക്കിയാണെങ്കിൽ ഇത് യഥാർത്ഥ നമ്മളെ കേരളത്തിലെ മെറ്റലാണ്, കരിങ്കൽ. ശബ്ദത്തിൽ വ്യത്യാസമുണ്ട്, തേഞ്ഞു പോവില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ഇതേപോലുള്ള കല്ലുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ സ്ലേവ് വാർക്കുകയാണെങ്കിൽ ഇത് വെള്ളം വലിച്ചെടുത്ത് പുറന്തള്ളാതെ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ സാധാരണക്കാർക്കല്ല, ഏതൊരു മുതലിട്ടിട്ടും വീട്, പല ആൾക്കാരും ലോൺ എടുത്ത് വീട് വെക്കുകയാണ്, ബിൽഡിംഗ് വെക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സംഭവം നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എത്രയും പെട്ടെന്ന്. ഇപ്പോൾ ഇവരുടെ ഇത്തരം തട്ടിപ്പുകൾ നിസ്സാരമായ ചെറിയൊരു വിലയുടെ വ്യത്യാസത്തിന് നമ്മൾ ചൂഷണം ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളിത് ഷെയർ ചെയ്യുക.